ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ റാപ്പർ വേടൻ ഒളിവിൽ കഴിയുകയാണെന്ന് പോലീസ്. വേടൻ തിരികെ എത്തിയാൽ ഉടൻ വേടനെ അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ് അറിയിച്ചു. അതേസമയം റാപ്പർ വേടന്റെ കൊച്ചി ബോൾഗാട്ടി പാലസിലെ ഓളം ലൈവ് സംഗീത പരിപാടി മാറ്റിവെച്ചതായാണ് വിവരം. ശനിയാഴ്ചയായിരുന്നു പരിപാടി നടക്കേണ്ടിയിരുന്നത്. ബലാത്സംഗ കേസിൽ വേടൻ ഒളിവിൽ പോയതോടെയാണ് പരിപാടി മാറ്റിവെച്ചത്. പരിപാടിക്കെത്തിയാൽ അറസ്റ്റ് ചെയ്യാനായിരുന്നു പോലീസിന്റെ തീരുമാനം. അതേസമയം മറ്റൊരു ദിവസം പരിപാടി നടത്തുമെന്നും സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. യുവ ഡോക്ടറുടെ പരാതിയുടെ അടിസ്ഥാനത്തിലെടുത്ത ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യത്തിനായി റാപ്പർ വേടൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കേസിൽ തൃക്കാക്കര ACPയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഇൻഫോ പാർക്ക് SHOയ്ക്കാണ് നിലവിലെ ചുമതല. അതേസമയം വേടനുമായി യുവതിയുടെ സാമ്പത്തിക ഇടപാടുകൾ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 5 തവണ പീഡനം നടന്നുവെന്നും കോഴിക്കോടും കൊച്ചിയിലും ഏലൂരിലും വെച്ച് പീഡിപ്പിച്ചെന്നുമാണ് യുവതി മൊഴി നൽകിയിട്ടുള്ളത്. ലഹരിമരുന്ന് ഉപയോഗിച്ച ശേഷം പീഡിപ്പിച്ചെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ അറിയാവുന്ന സുഹൃത്തുക്കളുടെ പേരും യുവതി മൊഴിയിൽ പറയുന്നുണ്ട്. 2023 ജൂലൈ മുതൽ തന്നെ ഒഴിവാക്കിയെന്നും വിളിച്ചാൽ ഫോൺ എടുക്കാതെയായി എന്നും യുവതി വെളിപ്പെടുത്തി. പിന്മാറ്റം മാനസികമായി തകർത്തുവെന്നും ഡിപ്രഷനിലേക്ക് എത്തിപ്പെട്ടുവെന്നും യുവതി വ്യക്തമാക്കുന്നുണ്ട്. പലപ്പോഴായി 31,000 രൂപ വേടന് കൈമാറിയിട്ടുണ്ടെന്നും യുവതി അറിയിച്ചു. ഇവയുടെ അക്കൗണ്ട് GPay വിവരങ്ങളും യുവതി പോലീസിന് നൽകിയിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് വേടനെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്.